പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിനെ കൂട്ടിക്കൊണ്ട് വേദ ഹോസ്പിറ്റലിലേക്ക് വരുന്ന സമയത്തിന് ശ്രീകാന്തിനെ കാണുന്ന സമയത്തിന് ദേഷ്യപ്പെട്ടിട്ട് ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുമായിരിക്കട്ടോ. അതിനുശേഷം സത്യം എന്താണെന്ന് അറിയാൻ വേണ്ടി ശങ്കരനാരായണനെ കാണാൻ വേണ്ടിയിട്ട് നേരെ ഹോസ്പിറ്റൽ മുറിയിലേക്ക് വരുന്നുണ്ട്. വേദയെ കാണുന്ന സമയത്തിന് ശങ്കരനാരായണൻ ഒത്തിരിയധികം സ്നേഹത്തോട് ഇങ്ങനെ വേദമോളെന്ന് വിളിക്കുന്നു. ഇതേ സമയത്തൊക്കെ അച്ഛൻ തന്നെ ചതിക്കാണെന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വളരെ രൂക്ഷമായി തന്നെയായിരിക്കട്ടെ വേദ അച്ഛനെ നോക്കുന്നത്. സ്നേഹത്തോട് ശങ്കരനാരായണൻ ഇങ്ങനെ വേദമോളെന്ന് വിളിക്കുന്ന സമയത്തിന് വേദ ചോദിക്കുന്നത് അച്ഛൻ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇപ്പം എനിക്ക് കുഴപ്പമൊന്നുമില്ല മോളേന്ന്. ഇനി ഒരിക്കലും ഞാൻ എൻ്റെ മോളെ കാണാൻ പറ്റുമെന്ന് കരുതിയതല്ല. ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പം ഇങ്ങനെ ഇരിക്കുന്നത്. അന്നേരം വേദ എന്നിങ്ങനെ വിക്രമിനെ നോക്കിക്കൊണ്ട് ചോദിക്കുന്നത് അച്ഛൻ വിക്രമിനെ കണ്ടില്ലേ? ഞാൻ കൂട്ടിയിട്ട് വന്നതാ വിക്രമിനെ മുൻനിർത്തിക്കൊണ്ട് തന്നെ എനിക്ക് അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വേദ അങ്ങനെ പറഞ്ഞു തുടങ്ങുന്ന സമയത്തായിരിക്കും ശ്രീകാന്ത് അവരുടെ അടുത്തേക്ക് വരുന്നത്. എന്നാൽ വേദയുടെ സംസാരത്തിലെ സ്വരച്ചേർച്ച മനസ്സിലാവാതെ ശങ്കരനാരായണൻ ഏതായാലും വേദയും അതുപോലെ ശ്രീകാന്തിനെ ഇങ്ങനെ മാറി മാറി നോക്കും. ശങ്കരനാരായണൻ ചോദിക്കുന്നത് എന്തൊക്കെയാണ് മോളെ നീ ഈ പറയുന്നത്? അച്ഛന് സുഖമില്ലാതിരിക്കുന്ന സമയത്ത് നീ ഈ രീതിയിലാണ് സംസാരിക്കേണ്ടത്. അന്നേരം ശ്രീകാന്തും വേദക്ക് പറഞ്ഞു കൊടുക്കുന്നത് അച്ഛൻ ഇപ്പോൾ റെസ്റ്റാണ് ആവശ്യം. ഈ സമയത്ത് അച്ഛനെ സ്ട്രെയിൻ ചെയ്യിപ്പിക്കാനോ ഇങ്ങനെ വിഷമമുള്ള കാര്യങ്ങളൊന്നും പറയാൻ പാടില്ല. എന്നിട്ട് അച്ഛനോട് പറഞ്ഞിട്ട് അച്ഛൻ റെസ്റ്റ് എടുക്കുമെന്ന് പറഞ്ഞതിന് ശേഷം വേദിയോട് പറഞ്ഞിട്ട് അല്ല വേദ നീ ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നത് എന്തിനാ? അച്ഛനെ കാണാനാണോ അതോ മറ്റെന്തെങ്കിലും ഉദ്ദേശം കൊണ്ടാണോ എന്ന് ചോദിക്കും. അന്നേരം വേദ പറഞ്ഞിട്ട് എനിക്ക് അച്ഛൻ്റെയും ശ്രീയേട്ടൻ്റെയും മുഖത്ത് നോക്കിയിട്ട് രണ്ട് വർത്താനം പറയാൻ വേണ്ടി തന്നെയാണ് ഞാനിപ്പോൾ വിക്രമിനെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വന്നത്. ഇത് കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായൺ ആകെ വിഷമത്തോടു കൂടെ വേദ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തിന് വേദ പറയുന്നു ശ്രീകാന്തേട്ടനും മംഗളും ചേർന്നുകൊണ്ട് തന്നെ എൻ്റെ വിക്രമിനെ കൊല്ലാൻ ശ്രമിച്ചതല്ലേ? ആ കാര്യമൊന്നും ശ്രീകാന്തേട്ടൻ മറന്നിട്ടുണ്ടാവില്ലല്ലോ എന്നിങ്ങനെ വേദ ശ്രീകാന്തിൻ്റെ മുഖത്ത് നോക്കി ചോദിക്കുന്ന സമയത്തിന് ശ്രീകാന്തിനങ്ങ് വല്ലാതെ വേദയോട് എങ്ങനെ സമാധാനിപ്പിക്കണമെന്നറിയാതെ ആകെ നിസ്സഹായാവസ്ഥയിലായിരിക്കട്ടെ ശ്രീകാന്ത്. കാരണം ഇപ്പോൾ ശങ്കരനാരായണൻ്റെ അവസ്ഥ എന്താണെന്ന് ശ്രീകാന്തിന് നന്നായിട്ട് അറിയാം. അച്ഛനൊരിക്കലും വിഷമിപ്പിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിരുന്നതല്ലേ. അതുകൊണ്ട് അച്ഛൻ്റെ മനസ്സ് വേദനിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കട്ടെ വേദയുടെ മുന്നിൽ ശ്രീകാന്ത് മൗനം പ്രാപിക്കുന്നു. ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്തന്നെ ഒന്നും മനസ്സിലാവാതെ വളരെയധികം വിഷമത്തോടു കൂടിയായിരിക്കും ശങ്കരനാരായണൻ ഇതെല്ലാം കേട്ട് നിൽക്കുന്നത്. ആ സമയത്തിന് വേദ ശങ്കരനാരായണന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട് എന്നെയും വിക്രമിനെയും പിരിക്കാനുള്ള നാടകമാണ് ഇപ്പം ഇവിടെ അരങ്ങേറുന്നതെങ്കിൽ ഇങ്ങനെയുള്ള നാട്യങ്ങളൊക്കെ ഇവിടെ ഒന്ന് അവസാനിപ്പിച്ചൂടെ? വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണന് ഭയങ്കര സങ്കടമായിരിക്കട്ടെ. കാരണം സ്വന്തം മോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഇങ്ങനെയൊക്കെയാണല്ലോ സംസാരിക്കുന്നത് എന്നൊക്കെ ചിന്തിച്ച് എൻ്റെ മോൾക്ക് ഇന്നേ വരെ എൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് ശങ്കരനാരായണൻ മനസ്സിൽ ചിന്തിക്കുക. താൻ വളർത്തി കൊണ്ടുവന്ന വേദമോൾ ഒരിക്കലും തന്നെ പറ്റിയിട്ട് ഇങ്ങനെ ചിന്തിക്കുമെന്ന കാര്യം ശങ്കരനാരായണൻ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. വേദയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് ശങ്കരന് ഭയങ്കര വിഷമിച്ചിരിക്കുന്ന സമയത്തിന് സഹതാപത്തോടു കൂടിയായിരിക്കട്ടെ വിക്രങ്ങനെ ശങ്കരനാരായണനെ നോക്കുന്നത്. ശങ്കരന്റെ വിഷമം കണ്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് വേദമോളെ നീ എന്തൊക്കെയാണ് അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് സംസാരിക്കുന്നത്? ഇങ്ങനെയൊന്നും നമ്മുടെ അച്ഛനോട് പറയാൻ പാടില്ല. നീ വെറുതെ അച്ഛനെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇതൊന്നുമല്ല സത്യം. ശരിക്കും അച്ഛന് വയ്യാതായത് തന്നെയാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. നിനക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നീ ഡോക്ടറോട് ചോദിക്കും. ഡോക്ടർ ഏതായാലും നിന്നോട് സത്യം പറയല്ലോ എന്നിങ്ങനെ ശ്രീകാന്ത് പറയുന്ന സമയത്തിന് ശങ്കരനാരായണൻ പറയുന്നുണ്ട് വേണ്ട ശ്രീകാന്ത് ഇനി നീ അവളോടൊന്നും പറയാൻ എന്നെ കണ്ടു കഴിഞ്ഞെങ്കിൽ നിനക്ക് പറയാനുള്ളതെല്ലാം തന്നെ നീ പറഞ്ഞു തീർന്നില്ലേ? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാക്കിയും കൂടെ പറയാമെന്നൊക്കെ അന്നേരം വേദ പറഞ്ഞിട്ട് ഞാൻ ഇതൊന്നും അച്ഛനെ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതൊന്നും. ഞാൻ വിക്രമിൻ്റെ വീട്ടിലേക്ക് കാലെടുത്ത് കുത്തി അന്നേ മുതൽ അച്ഛനും ഏട്ടനും ചേർന്ന് ഒരുപാടധികം എന്നെ വിഷമിച്ചു. അതൊന്നും താങ്ങാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറഞ്ഞു. അവസാനം വിക്രമിനെ കൊല്ലാൻ പോലും ഏട്ടൻ പ്ലാൻ ചെയ്തു. അതിൻ്റെ പിന്നിൽ അച്ഛനാണോ എന്ന കാര്യം എനിക്ക് നല്ല സംശയമുണ്ട് എന്ന് വിളിച്ചു പറയാട്ടോ. ഇത് കേൾക്കുന്ന സമയത്തിന് ശങ്കരനാരായണൻ ഒരു ഷോക്കായിരിക്കും. ആ സമയത്തിന് വേദ പറയുന്നുണ്ട് അന്ന് മുതലേ ഞാൻ ചിന്തിച്ചത് ഇനി വിക്രമിനെതിരെ ആരെങ്കിലും എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അതൊക്കെ ഈ വേദ തടഞ്ഞിരിക്കുമേ. അത് പിന്നെ ശ്രീയേട്ടനാണെങ്കിലും അച്ഛനാണെങ്കിലും എൻ്റെ വിക്രമിനെ ഞാൻ സംരക്ഷിച്ചിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ വിക്രമിൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് തന്നെ വേദ അവിടെ നിന്നങ്ങ് പോകുന്നു. വേദ വിക്രമിനെ വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് പോലും വിക്രം സഹതാപത്തോടു കൂടെ ആയിരിക്കും ശങ്കരനാരായണനെ ഇങ്ങനെ നോക്കുന്നു. ശങ്കരൻ ഇങ്ങനെ സങ്കടപ്പെട്ട് കണ്ണുകളോടെ ഇരിക്കുന്ന സമയത്തിന് ശ്രീകാന്ത് വന്നിട്ട് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് അച്ഛൻ വിഷമിക്കൊന്നും വേണ്ട, ടെൻഷൻ അടിക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞത്. അവൻ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവളെ തെറ്റിദ്ധരിപ്പിച്ച് വെച്ചിരിക്കുവാണ് അച്ഛനെ ഞങ്ങളിൽ നിന്നും അകറ്റാൻ വേണ്ടി. അച്ഛൻ അവൾ പറഞ്ഞതെല്ലാം മറക്കണമെന്നൊക്കെ പറഞ്ഞ് ശ്രീകാന്ത് ഇങ്ങനെ ആശ്വസിപ്പിക്കുന്ന സമയത്തിന് അച്ഛൻ്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വേദ പറഞ്ഞ ആ ഒരു കടുത്ത വാക്ക് തന്നെയായി. അച്ഛനെ കണ്ടതിന് ശേഷം വിക്രമിനെ കൂട്ടിയിട്ട് വേദ പുറത്തേക്ക് വരുന്ന സമയത്തിന് മുത്തശ്ശിയെ കാണുന്നുണ്ട്. മുത്തശ്ശിയോട് വന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ഞാൻ അച്ഛനെ കണ്ടു, അച്ഛനിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. ഞാൻ ചെന്ന് നോക്കുന്ന സമയത്തിന് അച്ഛൻ അവിടെ ജ്യൂസ് കുടിക്കുമായിരുന്നു. ശ്രീയേട്ടൻ എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ പെട്ടെന്ന് അച്ഛനെന്തോ സീരിയസ് ആയിരിക്കുമെന്നാണ് ഞാൻ കരുതി. ഞാൻ വന്നപ്പോഴേക്കും അച്ഛൻ്റെ അസുഖം ഇത്ര പെട്ടെന്ന് കുറഞ്ഞോ അമ്മയെന്നിങ്ങനെ വേദ ചോദിക്കുന്ന സമയത്തിന് വേദ ഇങ്ങനെ പുച്ഛഭാവത്തോടു കൂടി സംസാരിക്കുന്ന സമയത്തിന് വേദയെ തന്നെ ഇങ്ങനെ തുറപ്പിച്ചു നോക്കണം. സാധാരണ അച്ഛൻ എന്തെങ്കിലും വയ്യായിക ഉണ്ട് എന്ന് പറയുന്ന സമയത്തിന് വേദക്ക് അതൊട്ടും തന്നെ സഹിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അങ്ങനെയുള്ള ശങ്കരനാരായണന് ഒട്ടും വയ്യ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് എന്നൊക്കെ വിളിച്ചു പറഞ്ഞപ്പോഴേക്കും വേദ യാതൊരു കൂസലുമില്ലാതെ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്തായിരിക്കട്ടെ ഇവർക്കെല്ലാം ഇങ്ങനെ അത്ഭുതമായി തോന്നുന്നു. അന്നേരം മതി നിർത്ത് നമുക്ക് പോവാമെന്നൊക്കെ പറഞ്ഞ് വേദ വിളിക്കുന്ന സമയത്തിന് എന്നാൽ ശരി മുത്തശ്ശി ഞങ്ങൾക്ക് തിരക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വിക്രമിൻ്റെ കൂടെ വേദ അവിടെ നിന്നും പോകുന്നു.
വേദ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷമായിരിക്കും അച്ഛൻ്റെ അടുത്ത് നിന്ന് ശ്രീകാന്ത് ഇങ്ങനെ മുത്തശ്ശിയുടെ അടുത്തേക്ക് വരുന്നത്. എന്നിട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട്, അച്ഛൻ ഇന്നത്തോടെ ഏതായാലും പുന്നാര മോളോടുള്ള സ്നേഹമെല്ലാം മനസ്സിൽ. വേദ അവിടെ നിന്നങ്ങ് പോയതിനു ശേഷമായിരിക്കും ശ്രീകാന്ത് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. എന്നിട്ട് മുത്തശ്ശിയുടെ അമ്മയുടെ അടുത്തേക്ക് വന്നുകൊണ്ട് തന്നെ പറയുന്നുണ്ട്, അച്ഛൻ എന്നെ ഏതായാലും പുന്നാര മോളുടെ സ്നേഹം ശരിക്കങ്ങ് മനസ്സിലായി. ഇനി ഒരിക്കലും എൻ്റെ അച്ഛൻ വേദയെ സ്നേഹിക്കാനോ അംഗീകരിക്കാനോ ഒന്നും പോകുന്നില്ല. അത്രമാത്രം അച്ഛൻ്റെ മനസ്സ് കുത്തി നോവിച്ചുകൊണ്ടാണ് അവൾ ഇവിടെ നിന്നും ഇറങ്ങിപ്പോയത് എന്നൊക്കെ. എന്നാൽ ഇത് കേൾക്കുന്ന സമയത്തിനെ മുത്തശ്ശിക്ക് ആകെ വിഷമായി. പിന്നീട് അങ്ങനെ വിക്രമിൻ്റെ കൂടെ വേദ നടന്നു പോകുന്ന സമയത്തിന് വിക്രം ഇങ്ങനെ വേദയോട് പറഞ്ഞിട്ട്, നീ നിന്റെ അച്ഛനോട് പറഞ്ഞ വാക്കുകൾ അത് കുറച്ച് കടുത്തുപോയി, അത് കുറച്ച് കൂടിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞു. ശരിക്കും നിന്റെ അച്ഛന് വയ്യാത്തത് കൊണ്ട് തന്നെയായിരിക്കും അവർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അച്ഛനോട് പറഞ്ഞത് അത് കുറച്ച് കടുത്ത വാക്കുകൾ തന്നെയാണെന്ന് ഓർമ്മിപ്പിക്കാട്ടോ. അന്നേരം വേദ പറയുന്നത്, എൻ്റെ അച്ഛന് യാതൊരു കുഴപ്പമില്ല, നിങ്ങളും കണ്ടതല്ലേ, നമ്മൾ ചെന്ന് നോക്കുന്ന സമയത്തിന് അച്ഛൻ അവിടെ ഇരുന്ന് ജ്യൂസ് കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വയ്യാത്ത ഒരാളിങ്ങനെ കട്ടിലിരുന്നിട്ട് യാതൊരു കുഴപ്പമില്ലാതെ ഇരുന്ന് ജ്യൂസ് കുടിക്കുമോ? ഇത് ശരിക്കും അച്ഛനും ശ്രീയേട്ടനും അങ്കിളും ചേർന്നിട്ടുള്ള നാടകം തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നു. അങ്ങനെ അല്ല എങ്കിൽ മുത്തശ്ശി നേരത്തെ തന്നെ എന്നോട് ഈ കാര്യമൊക്കെ പറഞ്ഞേനെ എന്നിങ്ങനെ വേദ പറയുന്ന സമയത്തന്നെ വിക്രവും അത് ശരി തന്നെയാണെന്ന് ചിന്തിച്ചിട്ടൊന്നും പറയുന്നു. അങ്ങനെ വിക്രം വേദയെ കൂട്ടിയിട്ട് വീട്ടിലേക്ക് പോകുന്ന സമയത്ത് പോലും ശങ്കരനാരായണൻ വേദയോട് പറഞ്ഞ ആ ഒരു വാക്കിനെ പറ്റിയിട്ട് തന്നെയായിരിക്കട്ടെ ചിന്തിക്കുന്നത്. തനിക്ക് വേണ്ടിയിട്ട് അച്ഛനോടും ഏട്ടനോടും ഇത്ര ശക്തമായിട്ട് എതിർത്ത് സംസാരിക്കുന്ന വേദയെ ശരിക്കും തൻ്റെ ആരൊക്കെയാണ് എന്ന് വിക്രമിന് തോന്നിപ്പോവാൻ. വീട്ടുകാരെ എല്ലാവരെയും എതിർത്തുകൊണ്ട് തന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വേദ തന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ വിക്രമിന് വേദനോട് വല്ലാത്തൊരു ഇഷ്ടമൊക്കെ തോന്നിപ്പോവാണ്. എന്നിട്ട് വളരെയധികം സ്നേഹത്തോടു കൂടെ വിക്രം ഇങ്ങനെ കണ്ണാടിയിലൂടെ വേദയെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുമായിരിക്കും. ആ സമയത്ത് വേദ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ നിങ്ങൾക്കൊരു മാറ്റം എന്ന് പറയുന്ന സമയത്തിന് വിക്രം പറയുന്നുണ്ട്, അതെ ഞാൻ വണ്ടി ഓടിക്കുക. മിണ്ടാതിരിക്കടി വേതാളം എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടെ വിക്രം വണ്ടി ഓടിച്ചങ്ങനെ വീട്ടിലേക്ക് പോകും. പിന്നീട് അങ്ങനെ ശങ്കരനാരായണൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ഓക്കെ ആയതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കിയതിന് ശേഷം വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിലേക്ക് എത്തിയതിന് ശേഷം മുത്തശ്ശി ഇങ്ങനെ ശങ്കരനോട് സംസാരിക്കുന്നുണ്ട്. വേദമോള് വന്ന ഉടനെ തന്നെ പെട്ടെന്ന് അങ്ങ് തിരിച്ചു പോയല്ലോ, അവൾക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരുന്നിട്ട് അച്ഛനോട് സംസാരിക്കാമായിരുന്നു എന്ന്. എന്നാലും അച്ഛന് വയ്യാതായി എന്നറിഞ്ഞതോടുകൂടി തന്നെ അവൾ വീട്ടിലേക്ക് വരേണ്ടതല്ലേ, ഇതിപ്പോൾ അവൾക്ക് എന്താ പറ്റിയതെന്ന് ചോദിക്കുന്ന സമയത്തിന് ഇതും കേട്ടുകൊണ്ട് തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, മുത്തശ്ശി ഇനി അവൾക്ക് എന്ത് പറ്റി? ഞാൻ പറഞ്ഞതല്ലേ, അവൾ അവിടെ വന്നിട്ട് അച്ഛനെ അധിക്ഷേപിച്ചിട്ടാണ് അവിടെ നിന്നും ഇറങ്ങിപ്പോയത്. ഒട്ടും വയ്യാത്ത സുഖമില്ലാതെ കിടക്കുന്ന അച്ഛൻ്റെ മുഖം പോലും അവൾ അന്നേരം ഓർത്തി. അത്രമാത്രം മോശ രീതിയിലുള്ള വാക്കുകളാണ് അവൾ അച്ഛനോട് ഉപയോഗിച്ചത്. എന്നാലും അമ്മേ, അവൾക്ക് എങ്ങനെയാണ് ഇത്ര ക്രൂരമായിട്ട് മാറാൻ കഴിഞ്ഞത്? ഒരു പക്ഷേ ഞാൻ അവൾക്ക് ശത്രുവായിരിക്കും, പക്ഷേ അവളെ ജീവനെ പോലെ സ്നേഹിക്കുന്ന അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് അവൾ എങ്ങനെയൊക്കെ പറയാൻ പാടും? എനിക്കറിയാം എൻ്റെ അച്ഛൻ്റെ മനസ്സ്. വേദ എന്ന് വെച്ചാൽ എൻ്റെ അച്ഛന് ജീവനാണ്. അതുപോലെ തന്നെയായിരുന്നു വേദക്കും. വേദക്ക് അച്ഛൻ എന്ന് വെച്ച ജീവനായിരുന്നു. പക്ഷേ ആ ഗുണ്ട അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ശേഷം ആ ഗുണ്ട പറയുന്നത് മാത്രമേ അവൾ അനുസരിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യൂ. ഏതായാലും അവളുടെ മനസ്സിപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ എന്നിങ്ങനെ ശ്രീകാന്ത് ചോദിക്കുന്ന സമയത്തിന് ശങ്കരൻ എന്തോ ഉറപ്പിച്ചതുപോലെ ഇരിക്കായിരിക്കും. ഇതും കണ്ടുകൊണ്ടതിന് മുത്തശ്ശി ചോദിക്കുന്നു, എന്താ ശങ്കര നീ ഇങ്ങനെ ആലോചിക്കുന്നത്? ഇവിടെ ഇരിക്കണ്ട, നീ പോയിട്ട് മുകളിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്ന സമയത്തിന് ശങ്കരൻ പറയുന്നുണ്ട്, അതെ നിങ്ങളോട് എല്ലാവരോടായിട്ട് എനിക്കൊരു കാര്യം പറയാൻ. ഇനി ഞാനും വേദയും തമ്മിൽ യാതൊരു വിധ ബന്ധവും. ഇനി അമ്മയാണെങ്കിലും ആരാണെങ്കിലും ഈ വീട്ടിൽ നിന്ന് ആരും തന്നെ അവളെ വിളിക്കാനോ സംസാരിക്കാനോ ഒന്നും നിൽക്കരുത്. എനിക്കിനി ഒരിക്കലും അങ്ങനെ ഒരു മകളില്ല എന്നിങ്ങനെ അറുത്തു മുറിച്ചിട്ടതുപോലെ ശങ്കരൻ പറയുന്ന സമയത്തിന് മുത്തശ്ശിക്കും പത്മത്തിനും ദീപ്തിക്കും അങ്ങനെ എല്ലാവർക്കും ആകങ്ങ് ഷോക്കാവ്. കരഞ്ഞുകൊണ്ട് തന്നെ ദീപ്തി ചോദിക്കുന്നുണ്ട്, അച്ഛൻ എന്തൊക്കെയാണ് ഈ പറയുന്നത്? നമ്മുടെ ചേച്ചിയെ നമുക്ക് മറക്കാനോ എന്ന് ചോദിക്കും. അച്ഛൻ അങ്ങനെ ചേച്ചീനെ മറക്കാൻ പറ്റുമോ എന്നിങ്ങനെ ദീപ്തി ചോദിക്കുന്ന സമയത്തിന് അന്നേരം ശങ്കരനാരായണൻ പറയുന്നുണ്ട്, അവൾ ഇനി ഒരിക്കലും എൻ്റെ മകളല്ല. ഒരിക്കൽ നമ്മളെ എല്ലാവരെയും നാണം കെടുത്തിയിട്ടാണ് അവൾ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയത്. അന്ന് എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതെല്ലാം ക്ഷമിച്ചു, എല്ലാം പുറത്തു കൊടുത്തതായിരുന്നു. പക്ഷേ ഇങ്ങനൊരു പ്രവൃത്തി അവൾ ചെയ്തതുകൊണ്ട് തന്നെ ഇനി ഒരിക്കലും എനിക്ക് അങ്ങനെ ഒരു മകൾ. അത്രമാത്രം ക്രൂരമായിട്ടാണ് അവൾ എൻ്റെ മനസ്സിനങ്ങ് കുത്തി നോവിച്ചത്. അതുകൊണ്ട് ഇനിയും അവളുടെ മുന്നിൽ ഒരു കോമാളിയായിട്ട് നിന്നു കൊടുക്കാനൊന്നും എന്നെ ജസ്റ്റിസ് ശങ്കരനാരായണനാണ് ഈ പറയുന്നത്. എനിക്കിനി ഒരിക്കലും വേദ എന്ന പറഞ്ഞ മകളില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ഭയങ്കര ദേഷ്യത്തിലായിരിക്കട്ടോ. എന്നിട്ട് പത്മത്തിനോട് പറയുന്നുണ്ട്, പത്മം എനിക്ക് കുറച്ചു നേരം ഒന്ന് കിടക്കണമെന്ന് പറയുന്ന സമയത്ത് തന്നെ ശങ്കരനെ പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് അവിടെ നിന്ന് മുറിയിലേക്ക് കൊണ്ടുപോകും. അങ്ങനെ സ്റ്റെയർ കേസ് കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കട്ടെ വേദയും ശങ്കരനും ഒന്നിച്ചുള്ള ഫോട്ടോ കാണുന്നത്. അവർ രണ്ടുപേരും ചിരിച്ചു നിൽക്കുന്ന ആ ഒരു ഫോട്ടോ കാണുന്ന സമയത്തിന് ശങ്കരൻ അങ്ങ് ദേഷ്യം വരാണെന്ന് മാത്രമല്ല ആ ഫോട്ടോ ഭിത്തിയിൽ നിന്നങ്ങ് പറിച്ചെടുത്തിട്ട് അതങ്ങ് നിലത്തേക്ക് വലിച്ചെടുത്തു. എന്നിട്ട് ആ ഒരു ഫോട്ടോ എറിഞ്ഞിട്ട് അതിൻ്റെ ചില്ലങ്ങ് പൊട്ടി ഉടയുന്നതോട് കൂടിയിട്ട് ശങ്കരൻ്റെ മനസ്സും അതുപോലെ അങ്ങനെ പൊട്ടി ഉടഞ്ഞിട്ട് ഭയങ്കര സങ്കടപ്പെട്ട് ഇങ്ങനെ പൊട്ടി കരയായിരിക്കും. ഇതെല്ലാം കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ലട്ട പത്മത്തിനും ദീപ്തിക്കും മുത്തശ്ശിക്കും ശ്രീകാന്തിനും. അച്ഛനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിയാതെ നിൽക്കുമായിരിക്കും ശ്രീകാന്തും ദീപ്തിയൊക്കെ. ആ സമയത്തിനെ പത്മം ചോദിക്കുന്നുണ്ട്, എന്താ ശങ്കരേട്ടാ നിങ്ങൾ ഈ കാണിക്കുന്നത്? അന്നേരം ശങ്കരനാരായണൻ പിന്നെ ഒരു അക്ഷരം പോലും മിണ്ടാതെ സ്റ്റെപ്പും കയറിയിട്ട് മുകളിലേക്ക് കയറിപ്പോകും. ശങ്കരൻ്റെ വിഷമം കാണുന്ന സമയത്തിന് എല്ലാവർക്കും ഭയങ്കര സങ്കടമായിരിക്കട്ടോ. ഇനി ഒരിക്കലും വേദയെ വിളിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ മുത്തശ്ശി ഈ ഒരു കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടിയിട്ട് പത്മത്തിനെ വിളിക്കുന്നു. വേദയെ ഇനി ഒരിക്കലും വിളിക്കരുത് എന്ന് ശങ്കരനാരായണൻ പറഞ്ഞതുകൊണ്ട് തന്നെ വീട്ടിൽ നടന്ന കാര്യങ്ങളെല്ലാം വേദയെ അറിയിക്കാൻ വേണ്ടിയിട്ട് മുത്തശ്ശി ഏതായാലും കമലത്തെ വിളിക്കുന്നു.
കമലമ്മ ഫോൺ എടുക്കുന്ന സമയത്തിന് മുത്തശ്ശി പറയുന്നുണ്ട്, അതെ ഞാൻ വേദമോളുടെ മുത്തശ്ശിയാണെന്ന് പറയുന്ന സമയത്തിന് കമലമ്മ ചോദിക്കുന്നുണ്ട്, വേദയുടെ അച്ഛനിപ്പോൾ എങ്ങനെ വേദമോള് വിക്രത്തിനെ കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ഹോസ്പിറ്റലിലേക്ക് വന്നിരുന്നല്ലോ എന്ന്. അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട്, വേദമോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ അച്ഛനെ കണ്ടിട്ട് പോയി, പക്ഷെ ഞാനിപ്പോൾ അത് പറയാനല്ലേ വിളിച്ചത്. അന്നേരം എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് കമലേന്ന് വിളിക്കാട്ടോ മുത്തശ്ശി ഇങ്ങനെ കമലേന്ന് വിളിക്കുന്ന സമയത്തിന് ചോദിക്കുന്നുണ്ട്, എന്താണ് വേദേനെ മുത്തശ്ശി എന്താണെങ്കിലും പറഞ്ഞോളൂ എന്ന് പറയുന്ന സമയത്തിന് എല്ലാം അവസാനിച്ചു കമലേന്ന് പറയട്ടെ മുത്തശ്ശി. അന്നേരം എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്തിന് മുത്തശ്ശി ഹോസ്പിറ്റലിൽ വെച്ച് നടന്ന കാര്യങ്ങളെല്ലാം തന്നെ പറയുന്നുണ്ട്. സീരിയസ് ആയിട്ട് ഒട്ടും വയ്യാതെ ഐസിയിൽ കിടന്നിരുന്ന ശങ്കരനാരായണനെ റൂമിലേക്ക് കൊണ്ടുവന്നതിന് ശേഷമാണ് വേദമോൾ ഇങ്ങോട്ടേക്ക് വന്നത്. എന്നിട്ട് വേദമോൾ അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് വളരെ ക്രൂരമായിട്ട് സംസാരിച്ചു എന്ന കാര്യം, അതെല്ലാം തന്നെ ശങ്കരനാരായണൻ്റെ മനസ്സിനെ വല്ലാതങ്ങ് മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം തന്നെ മുത്തശ്ശി കമലമ്മയോട് തുറന്നു പറയും. ശങ്കരൻ്റെ മനസ്സ് വല്ലാതങ്ങ് മുറിവേൽപ്പിച്ചതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് തിരിച്ചെത്തിയതിന് ശേഷം ശങ്കരനാരായണൻ ആ ഒരു കടുത്ത തീരുമാനമെടുത്തു. ആ കാര്യം കൂടി മുത്തശ്ശി ഇങ്ങനെ കമലമ്മയോട് പറയുന്നു. ഇനി വേദമോളും ഈ വീടുമാറ്റി യാതൊരു ബന്ധവും ഉണ്ടാവില്ല എന്ന കാര്യം ശങ്കരനാരായണൻ പറഞ്ഞു എന്ന കാര്യങ്ങളൊക്കെ മുത്തശ്ശി കമലമ്മയോട് പറയും. മുത്തശ്ശിയുടെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് കമലമ്മക്ക് ഭയങ്കര സങ്കടമായി. സ്വന്തം അച്ഛനെ പോലും വേദമോള് തെറ്റിദ്ധരിച്ചല്ലോ എന്നൊക്കെ ചിന്തിച്ച് കമലമ്മ ഭയങ്കര സങ്കടത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്തായിരിക്കട്ടോ ഹോസ്പിറ്റലിൽ നിന്നും വിക്രമും വേദയും അങ്ങോട്ടേക്ക് തിരിച്ചെത്തുന്നത്. എന്നാൽ വേദയുടെ മുഖത്ത് യാതൊരു കൂസലുമില്ലാതെ വേദ അങ്ങോട്ടേക്ക് കയറി വരുന്ന സമയത്ത് തന്നെ കമലമ്മക്ക് ഭയങ്കര ദേഷ്യം തോന്നിപ്പോവാണ് വേദയോട്. അങ്ങനെ കമലമ്മ വേദയെ ഇങ്ങനെ തുറപ്പിച്ച് നോക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.